ഇടുക്കി ചിന്നക്കനാലിൽ ദൗത്യസംഘം ഏറ്റെടുത്ത ഭൂമിയിൽ നിലവിലുള്ള കൃഷിയുടെ വിളവെടുപ്പ് ലേലം ചെയ്യാനൊരുങ്ങി സർക്കാർ. വിളവുകളുടെ വില നിശ്ചയിക്കാൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ദൗത്യസംഘം തിരിച്ചുപിടിച്ച ഭൂമി പാട്ടത്തിന് നൽകാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും റവന്യൂ മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ചിന്നക്കനാലിൽ ദൗത്യസംഘം ഏറ്റെടുത്ത കയ്യേറ്റ ഭൂമി പാട്ടത്തിന് നൽകണമോ അതോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമോ എന്ന് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ ഇതിനു മുമ്പ് തന്നെ ഏറ്റെടുത്ത ഭൂമി അതേ വ്യക്തികൾക്ക് തന്നെ പാട്ടത്തിന് നൽകാനുള്ള ചരടുവലി ചില റവന്യൂ ഉദ്യോഗസ്ഥർ നടത്തുന്നുവെന്നാണ് ആരോപണം. ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ചിന്നക്കനാലിൽ ഒക്ടോബർ 19 സർക്കാർ ഏറ്റെടുത്ത 5.5 ഏക്കർ ഭൂമി അതേ വ്യക്തിക്ക് പാട്ടത്തിന് നൽകാമെന്ന് ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയ ശുപാർശയാണ്. ഈ ശുപാർശ ജില്ലാ കളക്ടർ മടക്കി. ഏറ്റെടുത്ത ഭൂമി എങ്ങനെ വിനിയോഗിക്കണമെന്ന് സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജനും വ്യക്തമാക്കി. എന്നാൽ ഏറ്റെടുത്ത ഭൂമിയിലെ വിളവെടുപ്പ് ലേലം ചെയ്ത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ അത് മിച്ചഭൂമിയല്ല, കയ്യേറ്റ ഭൂമിയായി സർക്കാരിൻ്റെ സ്വന്തമാക്കിയിട്ടുള്ള ഭൂമിയായിട്ട് തിരിച്ചു പിടിച്ചാണ്. ആ ഭൂമി എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം സർക്കാരിനാണ്. സർക്കാർ ഇപ്പോൾ ആ കാര്യത്തിലൊന്നും തീരുമാനിച്ചിട്ടില്ല. ആവശ്യമായ നടപടികൾ എന്ത് എന്നാലോചിച്ചിട്ടേ ഉള്ളൂ. വിളവെടുക്കാനുള്ളൊരു ഓപ്ഷൻ നടത്തലാണ് ഇപ്പോഴത്തെ ഒരു സാധാരണ നിലയിലുള്ളൊരു സാഹചര്യം. ഇപ്പോൾ നൽകുന്ന ഒരു പ്രക്രിയ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറോട് അവിടുത്തെ ഇപ്പോഴുള്ള വിളവ് ഇതിൻ്റെ ആകെ തുക എത്രയായിരിക്കണം, എത്ര മൂല്യമുണ്ടതിന് എന്ന് നോക്കുന്നതിന് വേണ്ടി PIO പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരെ സംരക്ഷിച്ചുകൊണ്ട് കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന പ്രഖ്യാപിത നിലപാടിൽ റവന്യൂ വകുപ്പ് ഉറച്ചു നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികൾ തുടരാനാണ് തീരുമാനം. ജയനുസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.